MT വാസുദേവൻ നായർ ഒരു തരത്തിലുള്ള വിശേഷണങ്ങളും അദ്ദേഹത്തെ വിവരിക്കാൻ പര്യാപ്തമാവത്തില്ല. കാരണം മലയാള സാഹിത്യത്തിന്, മലയാളി സംസ്കാരത്തിന് ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല. സാമാന്യം ദീർഘമായ ജീവിതത്തിനിടയിൽ അദ്ദേഹം നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു. അത് ഒരു രംഗത്ത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ശാഖയിൽ മാത്രമല്ല. എഴുത്ത് ദേശസഞ്ചാരത്തെ പറ്റിയാകാം, അല്ലെങ്കിൽ മറ്റ് അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെ പറ്റിയാകാം. വളരെ ആഴത്തിലും പരപ്പിലും വായിച്ചിട്ടുള്ള ഒരാളാണ് MT. ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹം നിരന്തരമായി പുതിയ രചനകൾ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊക്കെ വളരെ അപൂർവതയാണ്. അധികം എഴുത്തുകാർക്ക് ഈ ഗുണമുണ്ടെന്ന് പറഞ്ഞുകൂടാ. കാരണം ഈ വായനയിലൂടെ, ഈ അറിവിലൂടെ അദ്ദേഹം നേടിയ അനുഭവജ്ഞാനങ്ങൾ അദ്ദേഹം കിളിവാതിലിലൂടെ എന്നൊരു പങ്ക്തിയിലൂടെ മുമ്പൊരിക്കൽ മാതൃഭൂമിയിൽ എഴുതിയിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, വളരെ പഠനാർഹമായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം ആ പങ്ക്തിയിലൂടെ എഴുതിയിരുന്നു. അത് ലോക സാഹിത്യത്തെപ്പറ്റി ഒരു കിളിവാതിലൂടെ നോക്കി വായിച്ചു കാണാൻ മലയാളിക്ക് കിട്ടിയ ഒരു അപൂർവമായിട്ടുള്ള അവസരമായിരുന്നു. അങ്ങനെ പല പുസ്തകങ്ങൾ ഒരുപോലെ അദ്ദേഹം എഴുതിയ അവതാരികൾ, എനിക്ക് തോന്നുന്നു ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തിന് MT എഴുതിയ അവതാരിക എനിക്ക് തോന്നുന്ന വലിയൊരു ലാൻഡ്മാർക്ക് സംഭവമാണ്. ആ പുസ്തകത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അവതാരികയാണ് MT അതിനെഴുതിയത്. ഞാനത് വായിച്ച് വളരെ അതിശയിച്ചു പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രചനകൾ തേടി പിടിച്ച് വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് MTയുടെ ഈ അവതാരികയിൽ തന്നെ ഞാൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ ആരാധകനായി മാറി. എഴുത്ത് എന്ന് പറയുന്നത് ഒരു വളരെ ദിവ്യവും വളരെ മനോഹരവും വളരെ ഉയർന്നതുമായിട്ടുള്ള ഒരു ജീവിതചര്യയാണ് എന്ന് തെളിയിച്ച മനുഷ്യനാണ്, വ്യക്തിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരേ സമയം വായനക്കാർക്കിടയിൽ വളരെ സ്വീകാര്യമാവുകയും അതേപോലെ തന്നെ സാഹിത്യ രചനകൾ എന്നുള്ള നിലയിൽ അങ്ങേയറ്റത്തെ ഔന്നത്യം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. പല എഴുത്തുകാരും അവരെഴുതുന്നത് അധികം വായനക്കാരിൽ എത്താതെ പോകുന്ന സംഭവങ്ങൾ നമുക്കറിയാം. വളരെ മൗലികമായ രചനകൾ പലതും അതിന് വായിച്ച് അനുഭവിക്കാൻ യോഗ്യതയുള്ളവർ കാണാതെ പോകുന്ന അനുഭവമുണ്ട്. പക്ഷേ MT തുടക്കം മുതൽ തന്നെ, MT എഴുതി തുടങ്ങിയ കാലം മുതൽ തന്നെ ഒരു മത്സരത്തിൽ അവാർഡ് നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ പോലും വരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവേശം തന്നെ ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടു. അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിട്ടാണ്, കൂടുതൽ ആസ്വദിക്കപ്പെടുന്ന ഒരാളായിട്ട്, ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിട്ട് ഒക്കെ ആയിട്ടാണ് MT തുടർ രചനകൾ നടത്തിയതും ജീവിച്ചതും. അദ്ദേഹത്തിൻ്റെ അഭാവം അദ്ദേഹത്തിനെ എക്കാലവും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കരുതിയിരുന്ന എനിക്ക് വലിയ വ്യക്തിപരമായ നഷ്ടമാണ്. നമ്മുടെ മലയാളത്തിൻ്റെ നഷ്ടമാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാനതൊരു വലിയ നഷ്ടമായിട്ട് തന്നെ കാണുന്നു. MTയുടെ കൃതികളൊക്കെ തന്നെയും എപ്പോഴും കാലത്തോട് കലഹിക്കുന്ന നിർമ്മാല്യം അടക്കമുള്ള സിനിമകളൊക്കെ തന്നെയും. അതെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തോട് അങ്ങേയറ്റം പ്രതിബദ്ധത കാണിച്ചിരുന്ന, അതിനോട് ഒരു എഴുത്തുകാരൻ എങ്ങനെയാണോ പ്രതിബദ്ധത കാണിക്കുന്നത്, അതായത് പ്രതികരണം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരം കൊണ്ട് ഒക്കെയാണ് അതിനോടുള്ള പ്രതികരണം നൽകുന്നത്. ആ രീതിയിൽ എപ്പോഴും നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ നോവലുകൾ, ഇതൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്ന ജീവിതത്തെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കണ്ട ഒരു സൂക്ഷ്മദർശിയുടെ തീക്ഷ്ണതയോടെ തന്നെയാണ് അദ്ദേഹം പകർത്തിയത്. അതിലെ ക്രാഫ്റ്റും അതിൻ്റെ മൗലികതയും, എഴുത്തിലെ മൗലികതയുമാണ് അതിനെ വേറിട്ട് നിർത്തുന്നത്. മലയാളത്തിലെ നല്ല എഴുത്തുകാർ ധാരാളം ഉണ്ടായിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം. പക്ഷെ അതിൽ പോലും MT മാറി നിൽക്കുന്നു, അവരിൽ നിന്നെല്ലാം ഒറ്റയാനായിട്ട് മാറി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്.